ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ജിലേബിയാണ് ചെയ്യുന്നത്. 2 ചേരുവകൾ മതി. പഞ്ചസാരയും പഴവും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഞാൻ പറയുന്നില്ല, കുറച്ചൊരു സമയം വേണം. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഭയങ്കര പുതുമയുള്ള റെസിപ്പി എന്നല്ല, കുറേ മുൻപേ ആളുകൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ജിലേബി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 800 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. പഴം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉന്നക്കായൊക്കെ എടുക്കുന്നൊക്കെ ആ ഒരു പഴത്തിൻ്റെ പഴുപ്പുണ്ടല്ലോ, ആ ഒരു പഴുപ്പ് മതി. ഒരുപാട് പഴുത്ത് പോകരുത്. നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ച് ആ ഒരു ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പഴുത്ത് വന്നിട്ടുള്ളൊരു പഴം ആ ഒരു കറകുത്തലൊക്കെ മാറണം, എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുണ്ടാവും വേണം. ഒരുപാട് പഴുക്കുകയും ചെയ്യരുത്. ആ ഒരു രീതിയിലുള്ള 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴം ഒരു 2 പീസായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കുക. തൊലി മാറ്റുന്നില്ല കേട്ടോ. തൊലി വേണമെങ്കിൽ മൊത്തത്തിൽ പഴം ഒന്നും കഴുകിയതിന് ശേഷം 2ആയിട്ട് മുറിച്ച് വെച്ചിട്ട് സ്റ്റീമർ അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വരും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ. 15 മിനിറ്റ് ചിലപ്പോൾ മുഴുവൻ വേണ്ടി വരില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. 10-12 മിനിറ്റ് കൊണ്ട് ആയി കിട്ടുമായിരിക്കും. പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ച് ഇത്തിരി വ്യത്യാസം വരും. ഇങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് പ്രസ്സായാൽ മതി. ഒരുപാട് വെന്ത് ഉടയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്തൊക്കെ ഒരു പഴത്തിൻ്റെ പച്ചപ്പ് അങ്ങനെ കിടക്കും. ഇതിപ്പോൾ പാകം വേവായിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് ചൂടോട് കൂടി തന്നെ വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴം 2ആയിട്ട് അങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് ഇതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. ആ ഒരു കറുത്ത കുരു മാറ്റിക്കളയാണെങ്കിൽ ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു എളുപ്പമായിരിക്കും. അപ്പോൾ മുഴുവൻ പഴവും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ ചൂടോട് കൂടി തന്നെ വേണം ഉടച്ചെടുക്കാൻ, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് പോലെ കിട്ടണം, അതാണ് വേണ്ടത്. ടേബിൾ ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഈ പഴത്തിന് നല്ല പുളിയുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ പുളി നോക്കിയിട്ട് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നാട്ടിലേക്ക് കിട്ടുന്ന പഴം കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന എപ്പോഴും നല്ല പുളിയിലാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഈ സമയത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ ഇതുപോലത്തെ പൊട്ടാറ്റോ മാഷറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല, അതായത് ആ ഒരു കട്ടയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്തിരുന്നല്ലോ, അതുപോലെ നന്നായിട്ട് കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഴം ശരിക്കും ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കുഴക്കുന്ന സമയത്ത് കയ്യിലൊരു എണ്ണമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഓയിലോ നെയ്യായിട്ടൊന്ന് അങ്ങ് തടവി കൊടുത്താലും മതിയാവും. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് തന്നെ മതി. ഇതിനി ഷേപ്പാക്കുന്ന സമയത്ത് ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന അച്ച് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ ഇപ്പം ഞാനിതിൽ ചെയ്യുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചില്ല് എന്ന് പറയുന്നത് നമ്മൾ മുറുക്കുണ്ടാക്കുന്ന ആ ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ടല്ലോ, അതാണുള്ളത്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റാർ ഷേപ്പിന് പകരം കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് ഉള്ളത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ നാട്ടിൽ കിട്ടുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മളിങ്ങനെ പഴത്തിൻ്റെ മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് പിന്നെ ജിലേബി പോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ. അവൾ ചെയ്ത് നോക്കിയ സമയത്ത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നോസിലുള്ള അച്ഛൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് മരത്തിൻ്റെ ആയതുകൊണ്ടോ കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. കുഴച്ച് വെച്ചിട്ടുള്ള പഴത്തിൽ നിന്നും ചെറിയൊരു ബോൾ എടുക്കുക. നമുക്ക് ജിലേബിക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ബോൾ എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ അങ്ങ് നീളത്തിൽ ഉരുട്ടി അങ്ങ് എടുത്താൽ മതി. ഇത്രയ്ക്ക് വേണ്ടി വരില്ല, കുറച്ചൊരു ബാക്കി ഉണ്ടാവുമായിരിക്കും. നോക്കി നോക്കാം. ഉരുട്ടി കറക്റ്റ് ആ ഒരു എത്രയ്ക്ക് വലുപ്പം വേണോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കും. ഇപ്പം നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അതിൻ്റെ നീളത്തിൽ അങ്ങ് ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഇത്തിരി എണ്ണ തടവാണെങ്കിൽ എളുപ്പത്തിലായി കിട്ടും. അത്രയേ ഉള്ളൂ. ഈ ഒരു വണ്ണത്തിൽ കുറച്ചുകൂടെ വണ്ണം കുറയ്ക്കണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജിലേബിയൊക്കെ ഉള്ളതുപോലത്തെ ജിലേബി നമ്മൾ ചെയ്യുന്നില്ല, അതുപോലെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യുന്ന സമയത്ത് അതായത് കട്ടായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് വിരൽ വെച്ച് കൊടുത്തിട്ട് വേണം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാൻ. പിന്നെ മൊത്തത്തിലൊന്ന് ഒട്ടിയിരിക്കുകയും വേണം. അതായത് വിട്ട് പോകരുത്. വിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു മെനക്കേടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ആ ഒരു മുറുക്കുണ്ടാക്കുന്ന അച്ചിൽ അതുപോലത്തെ കറക്റ്റ് ഒരു ചില്ലുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഒരു മെനക്കേടായിരിക്കും. എന്നാലും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. വല്ലപ്പോഴും ഒക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് ചുരുട്ടിയെടുക്കാം.
അപ്പോൾ ബാക്കിയുള്ളതും ഇനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു 6 എണ്ണം ചെയ്തിട്ടുണ്ട്. ബാക്കി ചെയ്യാനുള്ളത് ഒരു 6 എണ്ണം ചെയ്യാനുള്ള മാവ് ബാക്കിയുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണ്ട. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്ന ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് വെക്കണം. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമല്ലോ. ആ ഷുഗർ സിറപ്പ് റെഡിയാവുന്ന കാര്യം കൊണ്ട് ബാക്കി അങ്ങ് ചുറ്റിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പഴത്തിന് പുളിപ്പ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ. അതായത് ആ ഒരു പുളി മാറിയിട്ട് നല്ലൊരു മധുരം വരണം. ഏതായാലും നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു മധുരത്തിൽ കഴിക്കുമ്പോഴായിരിക്കും ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിനി 1.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.25 2 കപ്പിൻ്റെ ഉള്ളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ അളവ് പറയുന്നത്. നമ്മൾ പഞ്ചസാര ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം അളന്നെടുത്താൽ മതി. അതായത് 1.25 കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ ഒരു 1.5 to 1.25 കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം, അതിലും കൂടുതലായി പോകണ്ട. ഇനി ഗ്യാസൊക്കെ ഓൺ ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ മൊത്തത്തിലൊന്ന് അലിഞ്ഞ് റെഡി ആയിട്ട് വരട്ടെ. പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മിനിറ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അതായത് നമ്മൾ സാധാരണ ജിലേബി ഉണ്ടാക്കുന്ന അത്ര ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു നൂൽ പരുവ് ആവുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ആ ഒരു സ്റ്റേജ്. ഗുലാബ് ജാമുനൊക്കെ ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ഇത്തിരി കൂടെ കട്ടി, അത്ര മതി. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ആ പഴം വറുത്തിട്ട് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇതിലേക്ക് മുങ്ങി പോവില്ല, ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3-4 ഏലക്ക നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറപ്പ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു തൊട്ട് മുൻപായിട്ട് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് പുളിയായി പോകരുത്. പഴത്തിനും പുളിയുണ്ട്, ഇതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പുളിയായി പോകട്ടെ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ലൂസ് പോലെ തോന്നും. പക്ഷെ നമ്മൾ അടുത്ത ഗ്യാസിലേക്ക് വെച്ചിട്ട് ചെറിയൊരു ചൂടിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഴം ഫ്രൈ ആവുന്ന സമയത്ത് ഇതൊരു ചെറിയ ചൂടിലായിരിക്കും ഉണ്ടാവുക. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴം ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് ആ ഒരു ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ മുൻപൊക്കെയാണ് ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ അതിങ്ങനെ വിട്ടുപോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ ഈ ജിലേബി ഷേപ്പ് ചെയ്ത് വെക്കാത്തതായിരിക്കും നല്ലത്. പെട്ടെന്ന് റെഡിയാക്കി ഫ്രൈ, 2 ആളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഒരു സമയത്ത് ചെയ്താൽ മതി. അതായത് നമ്മൾ ആ ഷുഗർ സിറപ്പുള്ള പാത്രത്തിലേക്ക് എത്ര എണ്ണം ഒന്നിച്ചിടാൻ പറ്റും അതിനനുസരിച്ചുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഉള്ളിലായിട്ട് വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ഒന്നങ്ങ് ഫ്രൈ ആയി വരുന്നത് പോലെ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന ആ ഒരു സമയത്ത് ഷുഗർ സിറപ്പിന് ചൂടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. ആ ചൂടുള്ള സമയത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടാലേ കറക്റ്റ് അതിലേക്ക് ആ ഷുഗർ സിറപ്പ് മുങ്ങി ഉള്ളിലേക്ക് വലിഞ്ഞ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ ജിലേബി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ ഒന്നങ്ങ് അടിയിലേക്ക് ഷുഗർ സിറപ്പിലേക്ക് മുങ്ങുന്ന രീതിയിൽ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അടുത്ത ബാച്ച് ഫ്രൈ ആവുന്ന ആ ഒരു സമയം വരെ ഇത് ഈ ഷുഗർ സിറപ്പിൽ തന്നെ കിടന്നോട്ടെ. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റ് കിട്ടുക. എന്നിട്ട് ഈ രണ്ടാമത്തെ ബാച്ച് അത്യാവശ്യം ഫ്രൈ ആയി എണ്ണയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അത് സിറപ്പിൽ നിന്ന് മാറ്റിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഓരോ പ്രാവശ്യം ജിലേബി സിറപ്പിലേക്ക് ഇടുന്ന സമയത്തും സിറപ്പിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ഇനി തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മളെ പഴത്തിൻ്റെ ജിലേബി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു തവണ ഉണ്ടാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇനി ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത് രണ്ടാമത്തെ ബാച്ചൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഷുഗർ സിറപ്പ് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. അങ്ങനെ കുറേ പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഷുഗർ സിറപ്പ് കട്ടിയായി കുറയുന്നൊരവസ്ഥ വരും കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് ഇടയ്ക്കൊരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ ഒരു കറക്റ്റ് ഇതിലേക്ക് വേണം നമ്മൾ ഇട്ട് കോരിയെടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സിറപ്പ് വലിക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണം.
ഇനി ജിലേബിയൊക്കെ ചെയ്ത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുറവാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ബാക്കി കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്ലേറ്റിലേക്ക് ജിലേബി അങ്ങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ശരിക്കും ഈ ഒരു ജിലേബി എന്ന് പറയുമ്പം ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടിൽ കഴിക്കുന്നതൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം കഴിക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു റെസിപ്പി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പുതുമയുള്ള റെസിപ്പിയല്ല, പണ്ട് മുതലേ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാസർഗോഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടൊരു സ്വീറ്റൊക്കെ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത്. അപ്പം ഇതുപോലെ പഴം വെച്ചിട്ട് നിങ്ങൾ ജിലേബി ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്